ഹലോ ഫ്രണ്ട്സ്, ഈ റോഡ് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടിന്റെ ഏറ്റവും അടുത്തുകൂടി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ 66 ധാരാളം വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം മുതൽ കാരോട് വരെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി തമിഴ്നാട് ഭാഗത്തിന്റെ വർക്കുകളെല്ലാം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പോർട്ട് മുതൽ നമ്മൾ ഈ കാണുന്ന NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിന്റെ അവസാന ഘട്ട വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൈഡിലൂടെ, അതായത് NHന്റെ സൈഡിലൂടെ ബൈ റോഡ് ഉണ്ട്. ഈ ബൈ റോഡ് വഴി ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അതിൽ ഹെവി റോക്ക് ഉണ്ട്, കാരണം സെക്കൻഡ് സ്റ്റേജിന്റെ വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള ഹെവി സ്റ്റോണുമായി പോകുന്ന ലോറികളെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിന്റെ അവസാന ഘട്ട വർക്കിന്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എന്തെല്ലാം മാറ്റമാണ് ഈ വർക്കിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ലിങ്ക് റോഡിന്റെ വർക്കുകൾ പലപ്പോഴായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പോർട്ടിൽ നിന്നാണെങ്കിൽ ഇന്ന് നമ്മൾ NH66 ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് വർക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വ്യത്യാസം വർക്ക് നടക്കുന്നുണ്ട് എന്ന് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. കാരണം പ്രീവിയസ് വീഡിയോ, ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ള പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതെനിക്ക് തോന്നുന്നു ഒരു 45 or 50 അപ്ഡേഷനാണ് നമ്മുടെ ഈ കാണുന്ന ലിങ്ക് റോഡിന്റെ വർക്ക് അപ്ഡേഷൻ. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലിങ്ക് റോഡിന്റെ വർക്ക് അപ്ഡേഷൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയാണ്. ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്നും അതുപോലെ തന്നെ തീർച്ചയായിട്ടും കറണ്ടായിട്ട് എന്തൊക്കെ വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കുകൾ എന്താണെന്ന് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതിന് നമ്മൾ ഈ NH66 സൈഡിലൂടെ നടന്ന് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് വളരെ ഹൈറ്റുള്ള പ്ലേസ് ആയതിനാൽ ഒറ്റ തോട്ടത്തിൽ തീർച്ചയായിട്ടും ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള, അതായത് നമ്മുടെ ട്രെയിലർ ലോറികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബൈ റോഡുണ്ട്. ആ ബൈ റോഡിന്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഈ പറയുന്ന റീറ്റേണിംഗ് വാളിന്റെ വർക്കുകൾ ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ NHന്റെ, അതായത് NHലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളൊരു പോർഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചത് ഏത് ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്ത് പോകുന്നത്. അതായത് നമ്മുടെ പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന പോർഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ തമിഴ്നാട് ഭാഗത്തു നിന്ന് പോർട്ടിലേക്ക് വരുന്ന ഭാഗം നേരത്തെ തന്നെ അവിടെ ഒരു ബൈ റോഡ് ഉണ്ട്. ആ ബൈ റോഡ് വഴി തീർച്ചയായിട്ടും ഒരു കട്ടിങ്ങും ഉണ്ട്. അതുവഴി തീർച്ചയായിട്ടും പോർട്ട് അകത്തോട്ട് കയറാനായി സാധിക്കും. അതുപോലെ തന്നെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്യാനുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കട്ടെ. ഈ പോർഷനാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. നമുക്ക് റോഡിന്റെ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കട്ട് ചെയ്യേണ്ട പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പറയുന്ന ഈ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഈ ലോറി കടന്നു പോകുന്ന ആ ഭാഗത്താണ് കട്ട് ചെയ്യാനുള്ളത്. ഈ ലോറി നമുക്ക് എല്ലാവർക്കും നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഹെവി സ്റ്റോണുമായിട്ട് പോർട്ടിലേക്ക് പോകുന്ന ലോറിയാണ്. ഇത്രയും പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുന്ന ലോറികൾ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നത്, ട്രെയിലർ ലോറികൾ പോകുന്നത് ഈ ഭാഗത്തുകൂടിയാണ് നമ്മുടെ ഈ NH66 പ്രവേശിക്കുന്നത്. ആ ട്രെയിലർ ലോറി പോകുന്ന ബൈ റോഡിലേക്ക്, അതായത് നിലവിൽ വേറെ വാഹനങ്ങളൊന്നും പോകില്ല, പിന്നെ കണ്ടെയ്നർ ലോറി മാത്രം തന്നെ അതിലൂടെ കടന്നു പോകും. ആ ബൈ റോഡാണ് നമ്മുടെ ഈ പറയുന്ന NHലേക്ക് പ്രവേശിക്കുന്നത്. ഒരു ടെമ്പററി റോഡായാൽ കൂടെ തന്നെ തീർച്ചയായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡിന്റെ അപ്പുറത്ത് വശത്ത് പോയാൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്തുകൂടി നമുക്ക് പോകണ്ട. ഈ ഭാഗത്താണ് കട്ട് ചെയ്ത് മാറാൻ പോകുന്നത്. ഇനി ഇവിടെ നമുക്ക് 2 ബൈ റോഡിന്റെ വർക്കുകൾ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിലവിലെ ബൈ റോഡിലൂടെ, അതായത് ഇപ്പോൾ ഈ ലോറി വരുന്ന ബൈ റോഡിലൂടെയാണ് ഈ പറയുന്ന കണ്ടെയ്നർ ലോറി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ പറയുന്ന റോഡ് തീർച്ചയായിട്ടും ഹൈറ്റ് കൂടും. കാരണം ഇവിടെ ഒരു ഹൈറ്റുള്ള പ്ലേസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ മാറ്റി വരുന്ന ലോറി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഈ ഹൈറ്റ് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാവും. അത് മാത്രമല്ല ഇതിന്റെ റീറ്റെയിനിങ് വാളിന്റെ വർക്കുകൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലോറി ഉണ്ടോ, ഈ ലോറി ഇത്രയും ഹൈറ്റിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഇവിടെ എനിക്കൊന്ന് ഫില്ല് ചെയ്ത് അവിടെ നിന്ന് താഴേന്ന് ഫില്ല് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറ്റ് വളരെ കുറയും. വളരെ ഈസി ആയിട്ട് ലോറികൾക്ക് NH66 പ്രവേശിക്കാനായി സാധിക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് കൂടി 2 ബൈ റോഡുണ്ട്. തൊട്ടപ്പുറത്ത് കൂടിയായിരിക്കും നിലവിലെ വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇതേപോലെ ലോക്കലി ഓടുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയാണ് തൊട്ടപ്പുറത്തുകൂടിയുള്ള ബൈ റോഡ്. അങ്ങനെ 2 ബൈ റോഡാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത്. നിലവിലെ ബൈ റോഡ് ഒരു
ബുദ്ധിമുട്ട് വരാത്ത രീതിയിലും പോർട്ടിൽ നിന്ന് വരുന്ന ലോറികൾക്ക് യാതൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പോർട്ടിൽ ഹെവി ലോഡുമായിട്ട് വരുന്ന ട്രെയിലർ ലോറികൾക്ക് റഷ് ഉണ്ടാവാത്ത രീതിയിലുമാണ് 2 ബൈ റോഡുകൾ ഇവിടെ നിർമ്മിക്കുക. ഓൾറെഡി ഒരു ബൈ റോഡ് ഉണ്ട്, അഡീഷണൽ ഒരു ബൈ റോഡ് നിർമ്മിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ സൈഡിലൂടെ കടന്നു പോകാം. സൈഡിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഉള്ളിൽ എന്തൊക്കെയാണ് വർക്ക് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് വർക്കുകളാണ്, ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ കണ്ട വാഹനങ്ങൾ കടന്നു പോകുന്നു, സാധാ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയുള്ള ബൈ റോഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. തൊട്ടപ്പുറത്ത് പോർട്ടിൽ നിന്നുള്ള റോഡ്, ഇതിപ്പോൾ നമുക്ക് സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്ക്, ഇതിനനുസരിച്ച് ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ചെയ്യുന്ന വർക്കുകളെല്ലാം പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്യണമെന്നുള്ളതുകൊണ്ടായിരിക്കും നല്ല ഡ്രെയിനേജിൻ്റെ വർക്ക്. ഇതെല്ലാം ഒരു ടെമ്പററി കണക്ഷനാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ക്ലോവർ ലീഫിൻ്റെ വർക്കുകളാണ് ചെയ്തു വരുന്നത്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു വർക്കല്ല ചെയ്യുന്നത്, ചെയ്യുന്ന വർക്കെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ പറയുന്ന സൈഡിലെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് തീർച്ചയായിട്ടും കൂടിയതായിട്ട് നമുക്ക് വർക്കിൽ നിന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇത് ലൈവായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡയറക്റ്റ് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഈ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ ഇത്രത്തോളം ഹൈറ്റ് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളെല്ലാം ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. ഇത് നമുക്ക് കുറച്ച് താഴേക്ക് പോയാൽ തന്നെ ആ വർക്കുകൾ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് നടക്കുന്ന വർക്കുകളെന്ന് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഒരു നല്ലൊരു കർവ് പോർഷനാണ്, അതുമാത്രമല്ല ഒരു അണ്ടർ പാസും ഉണ്ട്. അപ്പോൾ ഈ അണ്ടർ പാസ് വഴിയാണ് നമ്മുടെ ഈ പറയുന്ന തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളും ട്രിവാൻഡ്രത്തിൽ നിന്നും പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങളും പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. അതായത് നമ്മുടെ പോർട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളെ അണ്ടർപാസ് വഴിയും ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിലേക്ക് പോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ അണ്ടർപാസ് വഴി, അങ്ങനെയാണ് ആ അണ്ടർപാസിലൂടെ കടന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാം. ഈ ഭാഗത്തെല്ലാം സ്ലാബിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ ഈ വർക്കെല്ലാം തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിരിക്കും കണ്ടോ. അടുത്ത ആഴ്ച വർക്ക് അപ്ഡേഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കും. കാരണം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ചെളിയും വെള്ളക്കെട്ടുമുള്ള സ്ഥലമാണ്. അതിനാൽ ഈ പറയുന്ന മഴയില്ലെങ്കിലും വെള്ളക്കെട്ടുണ്ട്. അതിനാൽ ഫസ്റ്റ് ഡ്രെയിനേജിൻ്റെ പ്രിഫറൻസ് കൊടുത്താൽ മാത്രമേ ഈ വർക്കുകൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു വെള്ളക്കെട്ടൂടെ ഉണ്ടാവും. വെള്ളക്കെട്ടുണ്ടാകും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ റോഡുള്ള സമയത്തെല്ലാം ഡ്രെയിനേജിൻ്റെ വർക്കിന് പ്രിഫറൻസ് കൊടുത്തിട്ട് തന്നെ അവർ വർക്ക് ചെയ്ത്, അതുകൊണ്ടാണ് അവിടെ വെള്ളക്കെട്ടൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത് എനിക്കൊന്നൊരു നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ വർക്കിംഗ് സ്റ്റാഫുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ലൈറ്റിംഗ് സിസ്റ്റവും ഇവിടെ നടക്കുന്നുണ്ടോ. അതിൻ്റെ കോൺക്രീറ്റ് വർക്കും ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്കാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്നത് ഉണ്ടോ. ഇത് സ്ക്വയർ രൂപത്തിൽ വരുന്ന എനിക്കൊന്ന് ഹൈമാസ് ലൈറ്റിൻ്റെ ആയിരിക്കാം. ഇപ്പോൾ ഹൈമാസിലൊക്കെ നമുക്കറിയാം വളരെ സ്ക്വയർ രൂപത്തിലാണ് ആ വർക്ക് എടുക്കുന്നത്. നമ്മുടെ പോർട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ലിങ്ക് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈമാസ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ആണെന്ന് പറയാം. അതുപോലത്തെ ഒരു ഹൈമാസ് ലൈറ്റ് ആയിരിക്കാം ഇവിടെ വരാൻ മാത്രമല്ല പോകുന്നതും. നമുക്ക് ഇലക്ട്രിക്കൽ പിറ്റ് ലിങ്കിന്റെ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഈ ഭാഗത്ത് ഏകദേശം 3-4 ഇലക്ട്രിക്കൽ ലിങ്ക് ഉണ്ട്. അതായത് നമുക്ക് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം എന്ത് വർക്കാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഭാഗത്തുള്ള, അതായത് ഇതും ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ആ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ വർക്കും തീർച്ചയായിട്ടും ഇപ്പോൾ മുകളിലെ ഭാഗം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് മെയിൻ വർക്കിലേക്ക് നമുക്ക് പോകാം. മെയിൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോർട്ട്, നമ്മുടെ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മളെ NH66 ഈ പറയുന്ന അണ്ടർപാസ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഈ അണ്ടർപാസിൻ്റെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതും ഒരു ഡ്രെയിനേജ് സിസ്റ്റം തന്നെയാണോ. ഇതും ഡ്രെയിനേജ് സിസ്റ്റം തന്നെയാണ്. അതായത് റോഡിൻ്റെ അപ്പുറത്തു നിന്ന് വരുന്ന വെള്ളം തീർച്ചയായിട്ടും ഈ ഡ്രെയിനേജിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഈ വർക്കുകൾ ഇവിടെ നടക്കുന്നത്. നേരത്തെ തന്നെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം ഫൈനലിലേക്ക് തന്നെയായിരിക്കും ഈ വർക്ക് പോകുന്നത്. അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം നേരെ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ 2 ഡ്രെയിനേജ് സിസ്റ്റം കൂടി ചേർന്നിട്ട് ഒരൊറ്റ വലിയ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് കണക്ഷൻ വരും. ഈ സെക്കൻഡ് ബ്രിഡ്ജ്, അതായത് സെക്കൻഡ് ബ്രിഡ്ജ് അല്ല, നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജും നമ്മുടെ NH നോക്കുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജിന്റെ അവിടം വരെ ഡ്രെയിനേജ് സിസ്റ്റം കംപ്ലീറ്റ് ആയി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും വലിയൊരു മഴ വന്നാലും തീർച്ചയായിട്ടും വെള്ളം തീർച്ചയായിട്ടും ഒലിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ നമുക്ക് NH66 സൈഡിലൂടെയുള്ള പിന്നെ ബൈ റോഡ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വാഹനങ്ങൾ അതിൽ കടന്നു പോകുന്നു നമുക്കറിയാം. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ഹെവി മെഷീൻസ് ഉണ്ട്. കാരണം ഇവിടെയെല്ലാം സോയിൽ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു ഇതും ഒരു ഇലക്ട്രിക്കൽ പിറ്റ് ലൈനാണെന്ന് തോന്നുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ.
കേബിൾ ലൈനൊക്കെ പോകുന്നുണ്ടോ. ഈ പറയുന്ന ഇലക്ട്രിക്കൽ പിക്ക് ലിങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന മെയിൻ്റെനൻസ്, അതായത് നിലവിൽ ഹെവി കേബിളൊക്കെ പോകുന്ന സമയത്ത് എമർജൻസിക്ക് ഇതൊന്ന് റിപ്പയറിങ് വന്നു കഴിഞ്ഞാൽ ഈ പിറ്റ് ലിങ്കിലായിരിക്കും എല്ലാ കണക്ഷൻസും വന്ന് ചേരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ സാധിക്കും, സർവീസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ഇലക്ട്രിക്കൽ പിറ്റ് ലിങ്കിലുള്ളത്. ഇതിന് 3-4 പിറ്റ് ലിങ്ക് ഇവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു കേബിൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതിലൂടെയും കേബിൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെയും ചെറിയ വെള്ളക്കെട്ടുണ്ടോ. ഇത്രയും നല്ല വെയിലാണ്, എന്നിട്ട് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളക്കെട്ടുണ്ട്. മഴ പെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടവും വയലുമായിട്ടുള്ള പ്ലേസാണ്. അതിനാൽ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ആവശ്യകത ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജും NH66 എന്ന് കാണുന്ന ആദ്യത്തെ ബ്രിഡ്ജുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം തീർച്ചയായിട്ടും ആ ബ്രിഡ്ജിൻ്റെ ലെവലിന് സോയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിരിക്കുന്നു. സൈഡിലെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്കെല്ലാം ഏകദേശം 90% കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആ വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ വർക്കുകളെല്ലാം തീർച്ചയായിട്ടും ഈ പറയുന്ന സൈഡിലെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമുക്ക് ജിയോ ക്ലോത്ത് നമുക്ക് സൈഡിലായിട്ട് കാണാനായി സാധിക്കും. ഏകദേശം ഇപ്പോൾ നമുക്ക് സോയിലിൻ്റെ ലെവൽ നോക്കാം. തൊട്ടടുത്ത് കൂടി പോയാലും മനസ്സിലാവും. ഇതാണ് നമ്മുടെ പിന്നെ ഈ പറയുന്ന NH66 നോക്കുമ്പോഴുള്ള ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ഇത്രയും വരെ മാത്രം, അതായത് ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കറിയാം. സ്റ്റാർട്ടിങ് വരെയാണ് 1500 മീറ്റർ ഉള്ളത്. ഈ ബ്രിഡ്ജ് ഏകദേശം ഒരു 50 മീറ്റർ കാണും. അതിനുശേഷമുള്ള ഒരു 150, ഒരു 170 മീറ്ററാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇത്ര ഭാഗത്താണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയും വരെ സോയിൽ ഫില്ല് ചെയ്താൽ മതി. അത് ഫൈനലായിട്ട് സോയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ഫൈനലായിട്ട് സോയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുക. ഒരുമിച്ചായിരിക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് ഇവിടെ കൂട്ടിയിരിക്കുന്നുണ്ട്. ഇത് റീറ്റെയിനിങ് വാൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോയിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും സോയിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗത്തെല്ലാം റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോയിൽ ഫില്ല് ചെയ്താൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ മുകളിലേക്കുള്ള വർക്കുകളാണ് ഇനി വളരെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളത്. സോയിൽ ഫില്ല് ചെയ്യേണ്ട വർക്കുകളെല്ലാം തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ സോയിൽ ഫില്ല് ചെയ്യേണ്ട വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു, സോയിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബ്രിഡ്ജിന് പേരലായിട്ട് തന്നെ സോയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം വർക്ക് നല്ലൊരു മാറ്റം തന്നെയുണ്ട്. തീർച്ചയായിട്ടും ആ വർക്ക് മാറ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ് സോയിൽ വർക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ഡീറ്റെയിലിംഗ് വർക്കിൽ നിന്നാണ് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാകില്ല. ഇറങ്ങി വന്ന് ഓരോ വർക്ക് നോക്കിയാൽ എന്തെന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനായി സാധിക്കും. ഇതിൻ്റെക്ക് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ പിറ്റ് ലിങ്കിൻ്റെ വർക്ക് ചെയ്യണം, ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്ക് ചെയ്യണം. ഇതെല്ലാം ഒരുമിച്ച് മാത്രമേ നമുക്ക് ഈ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കുള്ളൂ. അല്ല വളരെ ഫാസ്റ്റായിട്ട് ഇത് നികത്തിയെടുത്തിട്ട് മുന്നോട്ട് പോകാനായി സാധിക്കില്ല. അങ്ങനെ സാധിച്ച വർക്കുകളിൻ്റെ ഔട്ട്പുട്ടെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, കാരണം കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറിയാണ്, നമുക്ക് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡാണ് എന്ന് നമുക്ക് അറിയാം. ഹെവി ട്രക്കുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ വർക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. കാരണം ഇതൊരു ടെമ്പററി റോഡാണ്, പെർമനന്റ് റോഡല്ല. എങ്കിൽ കൂടെ തന്നെ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറി ആയിരിക്കും ഹെവി ലോഡുള്ള കണ്ടെയ്നർ ലോറി തന്നെയാണ്. അതിനാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന ഹെവി ലോഡുമായി വരുന്ന ലോറികളെ കാണാൻ സാധിക്കും. ഇതാണ് അടുത്തൊരു പിറ്റ് ലിങ്ക് എന്ന് പറയുന്നുണ്ടോ. ഇതും ഒരു പിറ്റ് ലിങ്കാണ്. ഒരാൾക്ക് ഇറങ്ങി പോകേണ്ട ഒരു പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും നമുക്ക് മെയിൻ്റെനൻസിന് ഇറങ്ങി പോകേണ്ടതാണ്. എല്ലാ ഇലക്ട്രിക്കൽ കേബിൾ ലൈനും ഈ ഭാഗത്തായിരിക്കും വന്നിറങ്ങി പല ഭാഗത്തേക്കും പോകുന്നത്. കാരണം ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ട്, പോർട്ടിൽ നിന്ന് വരുന്ന പല സിഗ്നൽ ലൈറ്റും ഉണ്ട്. എല്ലാ കേബിളും ഇതുവഴിയുള്ള 3-4 പിറ്റ് ലിങ്ക് വഴിയായിരിക്കും കണക്ഷൻ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായി സാധിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതാ ഇപ്പോൾ പോകുന്ന ഹെവി ലോഡ് എല്ലാം നമ്മുടെ പോർട്ടിലേക്ക് പോകുന്ന 100 കണക്കിന് ലോഡുമായിട്ടാണ്, അതായത് നാച്ചുറൽ സ്റ്റോണുമായിട്ടാണ് പോർട്ടിലേക്ക് ലോറികൾ കടന്നു പോകുന്നത്. ഇത് നമ്മൾ ഈ കാണുന്ന തൊട്ട് മുന്നേ കാണുന്ന ഈ ഒരു ലിങ്ക് റോഡ് എന്ന് പറയുന്നത് നിലവിൽ തമിഴ്നാട് ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് വരുന്നതും, തമിഴ്നാട് പോർട്ടിലേക്ക് വന്നിട്ട് നേരെ പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് അവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വശത്തേക്ക് പോയി, അതായത് തമിഴ്നാട്ടിൽ നിന്ന് പോർട്ടിലേക്ക് വന്നിറങ്ങി പോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകും. ഇനിയുള്ളത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ലോറി നമ്മുടെ ഈ കാണുന്ന അണ്ടർപാസ് വഴി പോർട്ടിനകത്തോട്ട് പ്രവേശിച്ച് ഇതിലൂടെ തന്നെ തിരിച്ച് അണ്ടർപാസ് വഴി തമിഴ്നാട് ഭാഗത്തേക്ക് പോകും. ഇപ്പോൾ നമുക്ക് 4 റോഡും വളരെ വ്യക്തമായി, വലിയൊരു അണ്ടർപാസ് തന്നെയാണ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. 2 ലോറികൾക്ക് വളരെ ഈസി ആയിട്ട് ഈ അണ്ടർപാസിലൂടെ കടന്നു പോകാൻ സാധിക്കും എന്ന് തന്നെയാണ്
നമുക്ക് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ കണ്ട വർക്കുകളാണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് NH-66 മുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. ഈ വ്യൂ നമുക്കെല്ലാവർക്കും വളരെ പരിചിതം തന്നെയാണ്. നമ്മുടെ തൊട്ടു മുന്നേ നമ്മൾ കണ്ട ബ്രിഡ്ജ്, അതായത് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ബ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പോർഷനാണിത്. നേരത്തെ നമ്മൾ ഈ ഭാഗത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് നോക്കിയാൽ വളരെ ദൂരെയായിട്ട് NH ലോറികളെല്ലാം അല്ലെങ്കിൽ ഹെവി വാഹനങ്ങളെല്ലാം NH മുകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാനായി സാധിക്കും. ഇതാണ് നമ്മുടെ ഈ പറയുന്ന പിന്നെ ലിങ്ക് റോഡിന്റെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജും നമ്മുടെ NH-66 നോക്കുമ്പോഴുള്ള ആദ്യ ബ്രിഡ്ജുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് പോർട്ടിലോട്ടൊന്ന് പോകാം. ഈ ഭാഗത്തെല്ലാം വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സംശയം കാണും. അതിനുവേണ്ടി നമുക്ക് ഈ വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഹൈമാസ് ലൈറ്റ് എല്ലാം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റ്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. ബ്രിഡ്ജ് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം, അതായത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന പോർഷൻസ് എല്ലാം നമ്മുടെ ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് നമ്മുടെ പാനലിംഗിന്റെ സഹായത്തോടെ ഹൈറ്റ് കൂട്ടി വന്ന പ്ലേസ് ആണ്. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ബോർഡാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു നൈം ബോർഡ് കാണാൻ വളരെയധികം സന്തോഷം. എനിക്ക് മാത്രമല്ല നമ്മുടെ പോർട്ടിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു നൈം ബോർഡാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തെ വർക്കുകളെല്ലാം നടന്ന സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും ചെളിയും കുളവും കണ്ടവുമായിട്ട് കിടന്ന പ്ലേസ് ആണ്. പൂർണ്ണമായിട്ടും ഇതേ രൂപത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ തൊട്ട് മുന്നേ കണ്ട വർക്കും ഇനി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നു. ഇനി ഇവിടെ യാതൊരു വിധ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാനില്ല. കാരണം രാത്രി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലൈറ്റുകളെല്ലാം വളരെ വലിയൊരു ലൂമൻസ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല ഈ ഇന്റർലോക്കിന്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ലൈനിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ വർക്കുകളില്ല. കേബിളിന്റെ വർക്കും ഇലക്ട്രിക്കൽ വർക്കും അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഡ്രെയിനേജ് വർക്ക് ഉൾപ്പെടെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പോർഷനിൽ ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ ഫൈനൽ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഈ ഭാഗത്തെല്ലാം 100% കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ ടെമ്പിള്. ഈ ടെമ്പിളൊക്കെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടു. ഇത് നമ്മൾ സെക്കൻഡ് ബ്രിഡ്ജ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ്, പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഫസ്റ്റ് ബ്രിഡ്ജ് വരെ, അതായത് ഞാനൊന്ന് കാണിക്കാം, ഒന്ന് തിരിഞ്ഞു കാണിക്കാണ്ടോ. നമ്മളിപ്പോൾ പോർട്ടിൽ നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജ് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ NH-66 നിന്ന് വരുമ്പോൾ സെക്കൻഡ് ബ്രിഡ്ജ്. പോർട്ടിൽ നിന്ന് വരുമ്പോൾ ദൂരമാണെങ്കിൽ ഈ ബ്രിഡ്ജ് വരെ ഏകദേശം 1200 മീറ്റർ ആണ്. അടുത്തൊരു 300 മീറ്റർ ആണ് നമ്മുടെ ഈ പറയുന്ന പാനലിംഗിന്റെ സഹായത്തോടെ ഹൈറ്റ് കൂടിയ പ്ലേസ്. 300 ഭാഗത്തിന്റെ എൻഡ് പോർഷനിലാണ് സെക്കൻഡ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ബ്രിഡ്ജ് ഏകദേശം ഒരു 50 മീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാലുള്ള 180, 175, 180 മീറ്ററോളമാണ് ഇപ്പോൾ ഫൈനലായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന്റെ വിഷ്വൽ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞു 30-35 അപ്ഡേഷൻ ഇപ്പോൾ നൽകുന്നത്. തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി കണക്ഷൻ റോഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം മുതലുള്ള വർക്കുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇത് പോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ റോഡ് കാണാനായി സാധിക്കും. അതായത് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡ് നേരെ ചെന്നിറങ്ങുന്നത് ഒരു മെയിൻ റോഡാണ്. ആ മെയിൻ റോഡ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. അതിൽ വളരെ ദൂരെയായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. റോഡിന്റെ ഇരുവശമായിട്ട് ഹെവി ലോഡുകൾ, അതായത് നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന അതായത് ഹെവി സ്റ്റോണുമായിട്ട് വരുന്ന ലോറികളാണ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ളത്. ധാരാളം വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു വരുന്നത്. സെക്കൻഡ് ഫേസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കണ്ടെയ്നർ ടെർമിനൽ എന്ന ബോർഡും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബോർഡായിട്ടാണ് തീർച്ചയായിട്ടും പോർട്ടിനെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോവർക്കും മനസ്സ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ആ റോഡ്. അതായത് നമ്മുടെ ഈ ലിങ്ക് റോഡിന്റെ പോർട്ടിന്റെ മെയിൻ റോഡിനെ തമ്മിൽ മുറിച്ചു കടക്കുന്ന ഒരു ഹൈവേ ആണ്. നമ്മൾ ഹൈവേ അല്ല, മെയിൻ റോഡാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ വാഹനങ്ങൾ കടന്നു പോകുന്ന, അതായത് നമ്മുടെ കോവളം ഭാഗത്തു നിന്ന് പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ നമ്മൾ വന്ന പോർഷൻ ഇത്രയാണ് കേട്ടോ. ഇത്രയും പോർഷനാണ് നമ്മൾ കാണുന്നത്. അതായത് പോർട്ടിന്റെ മെയിൻ ഗേറ്റ് മുതൽ NH-66 വരെയാണ് 1700 മീറ്റർ ഉള്ളത്. പക്ഷെ ഞാൻ നിൽക്കുന്ന ഭാഗം മുതൽ ഈ പറയുന്ന NH-66 ആണെങ്കിൽ 1200 മീറ്റർ ആണ്. തൊട്ട് മുന്നേ നമുക്ക് കസ്റ്റംസ് ഓഫീസ് കാണാൻ സാധിക്കും. അതിന്റെ അപ്പുറത്ത് നിന്നും പോർട്ടിന്റെ ഈ പറയുന്ന NH-66 വരെയുള്ള ദൂരമാണ് 1700 മീറ്റർ. പൂർണ്ണമായിട്ടും നമ്മൾ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് ഇന്ന് നമ്മൾ നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.